ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കസിൻസ് വന്നിട്ട് വ്ളോഗ് ഇട്ടിട്ട് ബാക്കിയായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് കാത്തിരുന്നിട്ടുണ്ടാവുമല്ലോ. ബാക്കി എന്തായി പാലിട്ട് ഇന്നലെ എനിക്ക് വ്ളോഗ് ഇടാൻ കഴിയില്ല. ഇന്നലെ ഞാൻ പെരുന്നാളിൻ്റെ കുറച്ച് പർച്ചേസ് എല്ലാം ആയിട്ടുണ്ടായി. അങ്ങനെ പോയിട്ട് വരുമ്പോൾ തന്നെ ഏകദേശം രാത്രി ആയിന്. പിന്നെ കാസർഗോഡ് ടൗണിലെല്ലാം പോയെങ്കിൽ നമുക്ക് പറയണ്ടല്ലോ പെണ്ണുങ്ങളെ അവസ്ഥയിൽ എലിയിലായിട്ട്. പക്ഷെ അത് മഴ ഉണ്ടായിരുന്നു, നല്ല മഴയെല്ലാം പെയ്തിട്ട് അങ്ങനെ കുറച്ച് എടുത്തിട്ട് വന്ന് മഹദിനെ എടുത്തിട്ടാ. പിന്നെ പുളമാർത്ത് ഞാനെല്ലാം എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ 2-3 വീഡിയോസ് പെൻഡിങ്ങിലുണ്ട്. നോക്കട്ടെ പറ്റുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ 3 ഇട്ടിട്ട് ക്ലിയർ ആക്കാം. സ്റ്റോറേജ് ഫുള്ളായിട്ടില്ല, ഫോൺ ഹാങ്ങായിട്ട് പോയി, എനിക്ക് എന്തെങ്കിലും അറിയാം അങ്ങനെ. അപ്പോൾ അതാ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ട്, എൻ്റെ ഏട്ടത്തിയോറും എല്ലാവരും. അങ്ങനെ എല്ലാവർക്കും ഞാൻ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത് എന്തറിയോ, ഷമാം ജ്യൂസാണ്. ഷമാം ജ്യൂസ് കഴിച്ചിട്ടായതിനു ശേഷം ഫസ്റ്റ് ഏട്ടത്തിയോറെല്ലാം വന്ന് എന്നിട്ട് അതിൻ്റെ അളപ്പൻ്റെ മക്കൾ, മരുമക്കൾ, അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരായിട്ട് മഷാല്ല ഒരു മജന്ന ചെറിയ വൈബൊന്നുമില്ലെങ്കിൽ ആ മാതിരി വൈബായിരുന്നു. ജ്യൂസ് കുടിച്ചിട്ട് തന്നെ തുടങ്ങിയില്ലേ ബിസിയത്തോട് ബിസിയോ. നമ്മിങ്ങനെ അങ്ങോട്ടും പോകുന്നത് നല്ല പോലും വരലും ഉണ്ട്, പക്ഷെ സ്റ്റേ ആക്കലില്ല. മോന്തിയാകുമ്പോൾ കുറേ പേർക്ക് പോകുന്നത് ഇത് നിൽക്കാനിൽ തന്നെയല്ലേ വന്നിട്ട് ഒരു പ്രതീക്ഷിക്കാണ്ടെത്തിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടുത്തെ പോലീസെല്ലാം നോക്കി പറയാ ആയിരുന്നു നല്ലൊരു ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ മന്തി ഉണ്ട്. ആയിക്കോട്ടെ, നീ പണ്ടേ അങ്ങനല്ലേ, ജനിച്ചപ്പേ അങ്ങനല്ലേ ഒറ്റയ്ക്ക്. വീണ്ടും നിങ്ങളൊക്കെ നിങ്ങൾക്കൊന്നും തലയും പാലും മനസ്സിലായിട്ടില്ലല്ലോ. അതങ്ങനെ നമ്മ ഒന്നിച്ച് കൂടെങ്കിലേ തലയും പാലും എന്നറിയില്ല, അങ്ങമാതിരി വിഷയമാണ് അങ്ങനെ. അപ്പോൾ ഇതാ ഫുഡിൻ്റെ കാര്യങ്ങളല്ലേ നമ്മൾ എന്താണ് എന്ത് ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ് ഇതെല്ലാം ഉച്ചക്ക് തന്നെ ഉണ്ടായിട്ടില്ലേ. ബട്ടൂര, പുളിവാളം, ചിക്കന്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ മതി, എന്തുണ്ടാക്കണ്ടെന്നിട്ടില്ലേ. രാത്രി ഞാൻ ചിക്കൻ കറി വെക്കാമെങ്കിൽ മഞ്ഞ തമ്പിച്ചേയില്ല. അപ്പോൾ ഞാനതൊക്കെ ചിക്കൻ്റെ ഒരു മഞ്ഞത്തണ്ണിയും നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ച രാത്രി ഇതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ചോറ് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ മഞ്ഞത്തണ്ണി ഉണ്ടാക്കി വെച്ചിരുന്നില്ല, നമുക്ക് രാവിലെ കായെങ്കിലിട്ട് അതിൻ്റെ ഇടയിൽ പൈച്ചെങ്കിലായിരിക്കും വേണം കഴിക്കാന്നുള്ളിട്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെല്ലോ കഴിക്കുന്നുണ്ട്, വേള ഇതപ്പോയ അത് ഇത് മറ്റേ കുറച്ച് ചായ നല്ല എനിക്ക് അങ്ങനെ എല്ലാം ലാസ്റ്റ് കിടക്കുന്ന ടൈമായില്ലേ. അപ്പം അന്ന് ഭയങ്കര മജാറിഞ്ഞാൽ ഏടെ സ്ഥലമില്ല, എല്ലായിടത്തും ഫുള്ളാന്ന്. പിന്നെ കിച്ചണിലടുക്ക ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കിടക്കുന്നെങ്കിൽ ഫാനെല്ലാം ഉണ്ടല്ലോ, പിന്നെ കിച്ചണിൽ നമ്മൾ എന്തോ പണിയൊന്നും എടുക്കല്ലോ. അങ്ങനെ ലാസ്റ്റ് എന്തായി, പിന്നെ ഏട്ടത്തിൻ്റെ മോള് കോഴിക്കോട് പോകുന്നതാണ് രാവിലെ. അങ്ങനെ അവൾക്ക് ടൈമില്ല, എന്നിട്ട് രാത്രി അവൾ പോയി, ഓളോ ഏട്ടത്തിയും അളിയാണ്ടരെല്ലാം പോയി മോളെല്ലാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് സ്ഥലമായില്ലേ. പിന്നെ ആങ്ങളുടെ ഓള് രാത്രി ഒരു 1 മണിയാകുമ്പോൾ തോറ് പോയി, രാവിലെ വരുന്ന എന്നിട്ട് അപ്പോൾ കുറച്ച് സ്പേസ് ആകുമ്പോൾ എന്താ കിച്ചണത്തെ ബെഡിനെടുത്ത് നേരെ ഹോട്ടലിൽ നന്നായി വരും, ജയിച്ചു വരും, ഓക്കെ. എന്നിട്ടിപ്പോൾ ഇത് ടൈം എത്ര അറിയോ, ഏകദേശം 2:30 മണി. ബിസ്സെല്ലായിട്ട് അവല്ലാത്തിനും പൈച്ചെറിഞ്ഞാൽ ഞാൻ നേരെ മര്യാദയ്ക്ക് ചെല്ലിനെ ചിക്കൻ കറിയും നെയ്ച്ചോറാക്കിയിട്ട് വെക്കുന്ന. രാത്രി നമുക്ക് എന്തായാലും പൊയ്ക്കും. അപ്പോൾ തിന്നാന്നിട്ട് അപ്പോൾ സമ്മതിച്ചില്ല എല്ലാവരും വേണ്ടായിട്ട്. എന്നിട്ടില്ലേ ചായയും കടിയെല്ലാം കഴിച്ചിട്ടതിന് ശേഷം ഇല്ലേ ഒരു ചോക്ലേറ്റ് എല്ലാം ഉണ്ട്, അതെല്ലാം കഴിച്ചിട്ടായിട്ട് പിന്നെ രാവിലെ അന്നെല്ലാവരും സോബി നിസ്കരിച്ചിട്ട് ഉറങ്ങിനാട് എൻ്റെ കിച്ചണിലോട്ട് വന്നിട്ട് ആരും. ഞാൻ രാവിലെ എണിച്ചിട്ട് ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് അപ്പോൾ നല്ല മഴ, അങ്ങനത്തെ തിമിർത്ത് പെയ്യുന്ന മഴ. അപ്പോൾ അതിനെങ്ങനെ മഴൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ടായിട്ട് അതിന് ശേഷം ഇല്ല ഞാൻ വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രി അരി വെള്ളത്തിലിട്ടിട്ട് അതിന് അരക്കാഴ്ചിട്ട് പോയി മറന്നിട്ട് പോയി. അങ്ങനെ രാവിലെ ഞാൻ നിസ്കരിച്ച പാടൻ 6:30 മണിയാകുമ്പോൾ അരച്ചിട്ട് ഏകദേശം ഒരു 7:30-9 മണിയാകുമ്പോൾ ചൂടാൻ തുടങ്ങിയത്. പിന്നെ ഓരെല്ലാം ഉറങ്ങുന്നത് എന്തായാലും രാവിലെ എണിക്കല, രാവിലെ തന്നെയല്ല ഉറങ്ങിയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലേറ്റായിട്ട് അരിച്ചെങ്കിൽ പ്രശ്നമില്ലായിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ നല്ല വ്യൂ എല്ലാം നോക്കിയിട്ട് വെള്ളം കാച്ചും ചായയും എല്ലാം കുടിച്ചതാണ്. അപ്പോൾ ഇന്ന് കുടിക്കുന്നത് നമ്മളെ വെഡിങ് ആനിവേഴ്സറിൻ്റെ ഗിഫ്റ്റിൻ്റെ കപ്പില്ലേ, അതിൽ തന്നെയാണ്. അസറൂന് അന്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് കുടിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടതിന് ശേഷം ഇല്ലേ കിച്ചണിലോട്ട് ഞാൻ കയറി.
കുറേ നേരം റെസ്റ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ കയറിയിട്ടില്ല 9 മണിയാകുമ്പോൾ ചൂടാന്നിട്ട് തന്നെ രാത്രി വെച്ച കറി ഉണ്ടല്ലോ പിന്നെ കറിയല്ല അപ്പം മാത്രം റെഡി ചെയ്യാൻ കഴിയില്ലേ അങ്ങനെ ഞാനെല്ലാം അങ്ങനെ വെള്ളപ്പത്തിൻ്റെ ചട്ടിയെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിന് ഏകദേശം 2 ചട്ടിയോ 3 ചട്ടി അങ്ങനെ എന്തോ വെച്ചിന് ഇപ്പോൾ കുറേ സൈഡിൽ വീഡിയോ എടുത്തിട്ട് ശരിക്കും ഓർമ്മയില്ല അപ്പോൾ ഒരു കുക്കറിൽ വലിയ കുക്കറിൽ നിറച്ചാക്കിന് അതിങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കില്ലേ നിറച്ചു വന്നില്ലേ അപ്പോൾ ഈസ്റ്റ് ഇട്ടിട്ടല്ലേ നമ്മൾ വെള്ളപ്പം ചൂടുന്നത് കുറേ ആൾ റെസിപ്പി ചോദിച്ചിന് അത് വെള്ളപ്പത്തിനല്ലേ നമ്മൾ ഫസ്റ്റ് തേങ്ങാൻ്റെ പാലെടുക്കാം തേങ്ങാൻ്റെ പാലെടുത്തിട്ടായിട്ട് ഇപ്പോൾ 2 കൊണ്ടരി ഇറക്കുന്നെങ്കിൽ ഒരു തേങ്ങാൻ്റെ പാലെടുക്കാം പാലെടുത്തിട്ടായിട്ട് ഈസ്റ്റ് ആക്റ്റീവ് ആകുമ്പോൾ കാണോ ഈസ്റ്റ് ആക്റ്റീവ് ആകുമ്പോൾ വെച്ചിട്ടായിട്ട് അരി കഴിട്ട് നമ്മളെ ഒരു കയ്യിലില്ലേ നമ്മളെ കൈയോട് 2 കയ്യിൽ ചോറ് വന്നു 2 കൊണ്ടരിക്ക് അപ്പോൾ ചോറും ഇതോട്ടിട്ട് എന്നിട്ട് ആ തേങ്ങാപ്പാലും കൂടി അരച്ചു കൊടുക്കാം അരച്ചിട്ടതിന് ശേഷം എന്താക്കുക നല്ല പങ്ങല അരച്ചിട്ടതിന് ശേഷം ഒരു ചട്ടി കൂട്ടിയിട്ട് ഈസ്റ്റിനെ മിക്സ് ആക്കിയിട്ട് വെച്ചങ്ങ് മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാണെങ്കിൽ റൈസ് കുക്കറിൻ്റെ ഉള്ളല്ലോ വെക്കാം ഓവനിലല്ലോ അന്നെങ്കിൽ 2 മണിക്കൂറിൽ റെഡിയാണ് അപ്പോൾ അതാ നമ്മളെ തന്നാസ് കിച്ചൻ്റെ പുതിയ ലോഗോ ഇറങ്ങിയിട്ടുണ്ട് മുമ്പത്തത് വേറൊരു സ്റ്റിക്കർ അഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒന്ന് അടിച്ചത് അപ്പോൾ അതാ നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ ഇടയിൽ ഒരാളെ എണിച്ചിട്ട് വന്നിന് ഒന്ന് കട്ടൻ ചായ റസ്ക്കും കുടിച്ച് ഒന്ന് ബിസ്ക്കറ്റും ചായയും കുടിച്ച് അങ്ങനെ ലൈറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് വെള്ളപ്പവും ചിക്കൻ കറിയും ചായയെല്ലാം കുടിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് വിത്തൗട്ടാണ് ഒരാൾക്ക് സ്ട്രോങ് വേണം ഒരാൾക്ക് കട്ടന് വേണം പകുതി ആൾക്ക് സാധാ ചായ അങ്ങനെ ഞാൻ എന്താക്കി 3-4 ഫ്ലാസ്കിലാക്കിയിട്ട് വേറെ കൂട്ടിക്കൊടുത്തിന് അപ്പം അതിൻ്റെ ഇടയിൽ എന്നെ മഹത് എണിച്ചിട്ട് വന്നിന് മഹദോറെല്ലാം കണ്ടിട്ടില്ല ഒരുമാതിരി അന്തം വിട്ടിനറിഞ്ഞാൽ എന്നിട്ട് ബിറ്റെന്തറിയോ നല്ല മജയുണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കുമ്പോഴേക്കില്ലേ എല്ലാവർക്കും കപ്പിൽ വേണം ചായ എന്നിട്ട് അളപ്പാൻ്റെ മക്കളെ ചെന്നിട്ട് ഞങ്ങൾ നേരെ ചെല്ലിങ്ങ് നിൽക്കാൻ വന്നതിന് നിൻ്റെ കപ്പിലുള്ള ചായ കുടിക്കാൻ എന്നിട്ട് ഓരോരാൾക്ക് ഓരോരോ തരം കപ്പിൽ നമ്മൾ എല്ലാവരും എന്നിട്ട് ചായ കുടിച്ചാൽ മാഷാള്ള ഒരു വൈബ് തന്നെ അറിഞ്ഞാൽ എന്തോ ഒരു മജ ഉണ്ടായിന് അങ്ങനെ നമുക്ക് നേരം വെളുത്തതറിഞ്ഞില്ല അത്രക്ക് വാങ്ങണ്ടായിന് അറിഞ്ഞാൽ പക്ഷെ എല്ലാത്തിനും ഉറക്ക ക്ഷീണമുണ്ട് അപ്പോൾ ഞാനിതാ പുതിയ ഫ്ലാസ്ക് തന്നെ കൂട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് ചോദിക്കുന്നുണ്ടല്ലോ ഇന്നലെ വാങ്ങിയ ഫ്ലാസ്കല്ല ഇത്ര വേഗം കൂട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇതെന്താക്കാൻ പിന്നെ എടുത്ത് വെച്ചിട്ട് നാളെ നമ്മൾ മരിച്ചങ്ങ് പോയില്ലേ അപ്പോൾ എടുത്തേക്കുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ ആ സെല്ലാം തീർന്നിട്ടായിട്ട് വേണം എടുത്ത കാലത്തില്ലേ ഞാൻ പുതിയ ഫ്ലാസ്കിൽ തന്നെ കൂട്ടുന്നുണ്ട് ഏട്ടത്തിക്ക് എൻ്റെ പിന്നെ ഒരു ഏട്ടത്തിക്ക് അവർക്കെല്ലാം ചപ്പാണോ അപ്പോൾ അവർക്ക് വേറെ കൂട്ടുന്നുണ്ട് നമ്മളത് വേറെ പിന്നെ ഒരു പകുതി ആൾക്ക് കട്ടന് വേണം അങ്ങനെ എല്ലാത്തിനും 2-3-4 ഫ്ലാസ്കിലാക്കിയിട്ട് വേറെ ബാച്ചാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ചെന്നിട്ട് പിള്ളമാർക്കെല്ലാം വളമ്പി കൊടുക്കുന്നു അങ്ങനെ ചെറിയനെല്ലാം അളപ്പൻ്റെ മെരിയോള് വളമ്പി കൊടുക്കുന്നുണ്ട് ഓരോരാൾ ഓരോരോ പണി എടുക്കലാന്ന് ഒന്ന് പാത്രങ്ങളെല്ലാം കൊണ്ടുവെക്കുന്നുണ്ട് ഒരാൾ ക്ലാസ് കൊണ്ടുവെക്കുന്നുണ്ട് ഒരാൾ പിള്ളേരെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ 2 ആൾ ഉള്ളെല്ലാം ക്ലീനാക്കിയിട്ട് അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഓരോട് ഞാൻ ചെല്ലും പണിയെല്ലാം നിങ്ങൾ വേറെ കിച്ചണിൻ്റെ ഭാഗത്ത് നിങ്ങൾ നോക്കണ്ട ബാക്കിയുള്ള ക്ലീനിങ് പണിയെല്ലാം നിങ്ങൾ ഓരോരാൾ ഓരോരോ ഭാഗത്ത് പോയിക്കൊന്നില്ല ഞാൻ എല്ലാവരെയും ഏൽപ്പിച്ചു അങ്ങനെ മഷാല നല്ല പാങ്ങുണ്ടായിരുന്നു എന്തോരം മജായിരുന്നു അങ്ങനെ ആയിട്ടുണ്ടല്ലേ ഉറങ്ങാതിരുന്നോണ്ട് തന്നെ സൗണ്ടും ഇല്ല എല്ലാത്തിൻ്റെ സൗണ്ടും പോയിന് എന്നിട്ടൊരു ചോറെല്ലാം വെച്ചിട്ട് 4 മണിയാകുമ്പോൾ എല്ലാവർക്കും വെക്കാൻ തുടങ്ങി രാത്രി നേരം ഉറങ്ങാതുകൊണ്ട് തന്നെ ഇരുന്നിട്ടും കിടന്നിട്ടും ഒന്നിൻ്റെ കാലിൻ്റെ അടിയിൽ ഒന്നിൻ്റെ തലിൻ്റെ അടുത്ത് ഒന്നിൻ്റെ അപ്പുറത്തി നിലക്ക് കിടന്നിട്ട് ഉറങ്ങിയതാണ് എല്ലാവരും അപ്പോൾ ഇതിലില്ലേ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സായത് ഞങ്ങളെ കുഞ്ഞുമാൻ്റെ 2 മക്കളാണ് സെബീനാവും സെക്കിനാവും ഓറ് വന്നിട്ടില്ല എന്തെങ്കിലും ഓരേയും സെബീനാൻ്റെ മോളെ മംഗലമുണ്ട് അങ്ങനെ ഓളെ പോരെ നേരാക്കുന്നതും പണിക്കാറും ഗൗജിയും തിരക്കും അങ്ങനെ തിരക്കിലുണ്ട് അപ്പോൾ കുഞ്ഞുമാൻ്റെ പിന്നൊരു മോളുണ്ട് സെക്കിനാന്നിട്ട് ഓളെ അങ്ങനെ ഓൾക്കും അങ്ങനെ പോരാട്ടുന്നുണ്ട് അതിൻ്റെ തിരക്കിലും നമ്മൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്നത്ര അതിൻ്റെ എല്ലാവരും ഇങ്ങനെ ഒരു തിരക്കിലുള്ളതുകൊണ്ട് ഓറെ ഭയങ്കര മിസ്സാന്ന് ഓർമ്മ വരാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇളപ്പാൻ്റെ തന്നെ 2 മക്കളുണ്ട് അത് 2 ആളും ഖത്തറിലാണ് 2 ഇളപ്പാൻ്റെ വേറെ മക്കൾ പക്ഷെ ഓറത്ര അറിയുന്നില്ല എന്തെങ്കിലും കുറേ അധികങ്ങൾ നാട്ടിലുണ്ടാവില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ മിസ്സാവുന്നില്ല പക്ഷെ കുഞ്ഞുമാൻ്റെ 2 മക്കൾ നല്ല മിസ്സാന്ന് നമുക്ക് നമ്മുടെ കുടുംബവും പോകുമ്പോൾ വരുമ്പോൾ എല്ലാം അങ്ങനെ ഒന്നിച്ചിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് കണ്ടില്ലേ കപ്പിനാന്ന് തല്ലാക്കെന്ന് പറഞ്ഞാൽ ആ കപ്പങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയാന്ന് മഷാല്ല അങ്ങനെ കപ്പിലെല്ലാവരും ഓരോരാൾക്ക് ഓരോരോ കപ്പിൽ ചായ കൂട്ടിയിട്ട് നമ്മ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കലാന്ന് അപ്പോൾ ചെല്ലുന്നുണ്ട് ഫ്ലാസ്കിൽ കൂട്ടിയത് കൊണ്ട് തന്നെ ചൂട് കുറയാത്തതുകൊണ്ട് നല്ല പങ്ങണ്ട് കുടിക്കാനെന്നല്ല അങ്ങനെ ആയിട്ട് പിന്നെന്താ ഓരോരോ പിള്ളന്മാർ ഓരോരിടത്ത് കളിക്കുന്നതും ഫോൺ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ വാണിങ് കൊടുത്തിന് എല്ലാത്തിനും ഫോണ് മാറ്റി വെച്ചോർന്ന് എല്ലാവരും പിള്ളേർ ഒന്നിച്ച് കളിക്കണമെന്നുള്ള ചൊല്ലിയിട്ട് അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ഉച്ചക്കത്തെ സംഭവങ്ങളാണ്
ഉച്ചക്ക് അങ്ങനെ ബിരിയാണി മന്തി ഒന്നും വേണ്ടത് മുമ്പേ ബുക്കാക്കിന്. അപ്പം ഞാൻ എന്താക്കി നാടൻ സ്റ്റൈലിൽ തന്നെ എന്താ പറയുക സ്റ്റോറിലരിയുടെ ചോറും പിന്നെന്തിപ്പോൾ ഉണ്ടാക്കി വേളക്കറിയും ഉണക്ക് കാച്ചിയതില്ലേ, ഉണക്ക് കാച്ചിയത്, പപ്പടം, പിന്നെ പായസം, പിന്നെ നമ്മളെ മൈസൂർ കായില്ലേ, മൈസൂർ കായും പായസം ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് കഴിക്കുന്നില്ലേ, അതാ ഇല്ലില്ലേ ഓളികയാണ് മിസ്സായത്. ഓളികക്ക് പിന്നെ കുമ്പള പോകണം, കുമ്പള ടൗണിലേക്ക്. ഇവിടെ നമ്മളെ ഈ അടുത്ത് തന്നെയുള്ള ഷോപ്പിലില്ല. അത് കഴിഞ്ഞിട്ട് ഒരു നല്ല മാങ്ങ ഉണ്ടായിന് മധുരത്തിൻ്റെ. എല്ലാവരും മാങ്ങ എല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ഫുഡണി എന്നെ മഷാല വന്നിട്ട് പോളെന്നിങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് കഴിച്ചതാണ്. അതിൻ്റെ ഇടയിലല്ലേ നമ്മളെ മറ്റേ എന്ത് എന്നിട്ട് അളപ്പൻ്റെ മോള് ചെന്നിട്ട് ജംഷി വേണ്ട ഇങ്ങനെ തോന്നുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 2 കിലോ കൂടുന്നല്ലോ. ഞാനില്ല നമ്മൾ ഈ ചാറ് ഫുഡ് കഴിച്ചോക്കുന്ന ഈ തടിയൊക്കെ അല്ല നീ അങ്ങനെ ധൈര്യമായിട്ട് തോന്നുന്നല്ലോ ചിലട്ടോളോട് ഇങ്ങനെ വെച്ചാൽ. അതിൻ്റെ ഇടയിൽ ഇതെന്ത് കഥയെന്ന് അറിയാം, രാത്രിയിലത്തെ വീട് തന്നെയാണ്. ഞാൻ ഇടയിലൊന്ന് മിസ്സായിട്ടുണ്ടായി. ഈ കുക്കർ കണ്ട അതില്ലേ ഞാൻ കുക്കറിൽ എന്തിപ്പോൾ ഉണ്ടാക്കി ആ ഉള്ളിൻ്റെ മസാല ആക്കിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവർക്കും കാണിക്കുന്നുണ്ടാ ഈ കുക്കറിനെ നേരെ ഒരു വീഡിയോ എടുത്തിട്ട് ഇനി ഇങ്ങനെ ഇത്ര ചെല്ലി കുക്കർ കാണില്ല. ഇത് ഞാൻ അത് പുതിയത് മേങ്ങിയതല്ലേ, ഇനി ഇതിൻ്റെ കോലം പോകാനുണ്ട്. ഇപ്പം നല്ല ചേലുണ്ട് പുതിയതായതുകൊണ്ട് തന്നെ അങ്ങനെ. അപ്പം അത് ഞാൻ അവിടെ ഉണ്ടാക്കുമ്പോൾ ഇല്ല എല്ലാം ഞാൻ ചപ്പാത്തി വെച്ച് ജസ്റ്റ് ഒരു ഇതാക്കിയിട്ടുണ്ട്, ഒരു പിസ്സ മാതിരി. ചപ്പാത്തി ചുട്ടിച്ചതിന് ശേഷം കുറച്ച് മറ്റേ സോസില്ലേ, സോസ് ഇട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ്റെ മസാല ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കുറച്ച് മുകളിലേക്ക് ചീസ് ഇട്ടിട്ട് പിന്നെ കുറച്ച് കെച്ചപ്പെല്ലാം ഇട്ടിട്ട് നല്ലൊരു ചൂട് പിസ്സ ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലേക്ക് ബട്ടർ ഇട്ടിട്ടായിട്ടില്ലേ ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ചൂട് കഴിക്കാൻ നല്ല രസമുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരുടെ ഇങ്ങനെ ബാക്കിൽ വെയിറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തിട്ട് പ്ലേറ്റ് ഉണ്ടായിട്ട് എല്ലാ പ്ലേറ്റും കൊണ്ട് വന്നിട്ട് നല്ല ഭാഗങ്ങൾ കഴിക്കുന്നുണ്ട്. മഷാല്ല ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ. ഇത് ഉച്ചക്കത്തെ വീഡിയോ അല്ല അറിഞ്ഞാൽ രാത്രി അവർ വന്ന പാട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ഫുഡ് വേണ്ടാന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എല്ലാം ആക്കിയിട്ട് കൊടുത്തതാണ് അവർക്ക്. ഇനി ഉണ്ടാക്കണ്ടെന്നല്ല ചിലട്ട് നമുക്ക് ഉള്ളതിനെ സെറ്റാക്കി കൊടുത്തത്. ഇങ്ങനെ ഒരു പ്ലേറ്റിൽ തന്നെ ഇട്ടിട്ട് എല്ലാവരും കൈയിട്ടിട്ട് കഴിക്കുമ്പോൾ അല്ലല്ലേ വേറെ തന്നെ ഒരു മജ എന്ന് പറഞ്ഞാൽ. മഷാല്ല ഇത് കഴിക്കുമ്പോൾ ഒരു മജ വേറെ തന്നെ സമയം ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ടേ സൂപ്പറേ, ഇതെങ്ങനെയുണ്ട് പിന്നെ ഒരു അങ്ങനെ ചീസ് ഇഷ്ടമില്ല. അല്ല സോസ് മയോണസ് ഇല്ല, അങ്ങനത്തെ എല്ലാ കഥ ആയിട്ടായതിനു ശേഷം പിന്നെ ഞമ്മോ വൈകുന്നേരമായി കുറച്ച് നേരം ബിസി എല്ലാം ആക്കി. എന്നിട്ട് അതിൽ ഉറപ്പ് വാങ്ങിക്കുമ്പോൾ എത്ര ചെല്ലിങ്ങ് നാളെ പോലെ അങ്ങ് വേണ്ട സ്കൂളല്ല എന്തിപ്പാ അവൾ പെരക്ക് പോകുന്നിട്ട് ഇളപ്പൻ്റെ മോളും മനയുടെ ഉണ്ടായിരുന്നു പെരക്ക് പോകുന്നില്ലിട്ട് അങ്ങനെ തിരക്കിട്ടിട്ട് പോകുന്നിട്ട് കീങ്ങിന്. അപ്പോൾ ഞാൻ എന്താക്കി ഒന്ന് പഴംപൊരി അല്ലേ നമ്മളെ നാടൻ സ്റ്റൈലിൽ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒന്ന് മുറിച്ചിട്ടെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ ചൂട് പഴംപൊരിയും കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ കട്ടാക്കുമ്പോഴേക്ക് ഒരാൾ തൊലിയെടുത്ത് തന്ന്, ഒരാൾ എണ്ണയിലിട്ടിട്ടെടുത്ത്, ഒരാൾ ചായ വെച്ച്, ഒരാൾ ക്ലാസ് കഴിയും. അങ്ങനെയല്ല എല്ലാവരും ഷെയറാക്കിയിട്ട് ഇങ്ങനെ ഒരു പണിയെടുക്കുമ്പോൾ നല്ല വാങ്ങില്ലേ വേറെ റെഡിയാകുന്നില്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മകരി വിസ്കാരെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഉറപ്പ് വാങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഓരെല്ലാം പോകുന്നുണ്ട്. ആ പോകുമ്പോൾ ഒരു കിരക്കരന്നെപ്പാ പോകുമ്പോൾ എന്തായാലും ഒരു കിരക്കരന്നെ. അപ്പം നമ്മളതിന് ഫാമിലിയിലല്ലേ കുറേ മംഗലെല്ലാം ഉണ്ട്. കുഞ്ഞുമ്മാൻ്റെ പുള്ളീൻ്റെത്, അളപ്പാൻ്റെ മോളത്, അങ്ങനെ എല്ലായിട്ട് ഇങ്ങനെ ഫങ്ഷൻ തന്നെ. അപ്പം അതിനെന്ത് ഡ്രസ്സ് അപ്പം എന്തിരുന്ന മൈലാഞ്ചിക്ക് എന്തിരുന്ന മംഗലത്തിന് എന്തിരുന്ന എല്ലാം ഇങ്ങനെ പ്ലാനാക്കലാന്ന് അതിൻ്റെ ഇടയിൽ സ്റ്റിച്ചാക്കുന്നത് നമ്മൾ ഒരേപോലത്തെ ആക്കാന്നല്ല ചെല്ലിട്ട്. അപ്പോൾ അത് ഓറിങ്ങനെ പോയിട്ട് തിരിയണമെങ്കിൽ ഇപ്പുറത്തെ ആങ്ങളെ വന്നിന് കുറേ ഐസും ചോക്ലേറ്റ് ഇത് ആങ്ങളുടെ ഓളയില്ലേ ആങ്ങളെ കൊടുത്ത് വെച്ചത് മഷാല്ല. അങ്ങനെ നമ്മൾ എല്ലാവർക്കും എന്നിട്ട് ഓളെ കൊണ്ടുവന്നിന് ആങ്ങളെയോളെല്ലാം വരുമ്പോൾ ആ നൊസ്റ്റ് മറ്റേ ദുബായ് ചോക്ലേറ്റ് ഇല്ല അതും കൊണ്ടുവന്നിന്. മറ്റേ നമ്മളെ ലാളിയില്ലേ നൊസ്റ്റാൾജി ലാളിയും മറ്റേ പുല്ലുമുട്ട ഇതെല്ലാം കൊണ്ടുവന്നിന്. അപ്പോൾ അത് ദുബായ് കുനാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി ചോക്ലേറ്റ് കഴിച്ചിട്ടേ ഉണ്ടായിട്ട് നോക്കാൻ എന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കഴിച്ചു തന്നു. അതിൻ്റെ റെസിപ്പി ചെയ്യണമെന്ന് എന്നിട്ടില്ല നമ്മൾ കുറേ ഉണ്ടായി ഞാൻ ഇരിക്കുന്നത് പോയി മറന്നിട്ട് പോകുന്നു അങ്ങനെ ഇങ്ങനെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ അളപ്പാൻ്റെ മരിയൊക്കെ മക്കളും എല്ലാവരും പോയിന്. പിന്നെ ഞങ്ങനെയുള്ളത് ഏട്ടത്തിയോ അനിയത്തി ഉമ്മാവും ഞമ്മനുള്ളതാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് മഴയെല്ലാം വരുന്നുണ്ട്. അങ്ങനെ മഴ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തിപ്പോൾ ഉണ്ടാക്കിയത് പുട്ടും
കടലക്കറിയാണ് ഉണ്ടാക്കിയത്. പുട്ടും കടലക്കറിയെല്ലാം ഉണ്ടാക്കിയിട്ടായതിനു ശേഷം പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് ചോറ് പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി ഓർഡർ ഉണ്ടായിന്. അങ്ങനെ എനിക്ക് ഓർഡർ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ചോറെല്ലാം രാവിലെ തന്നെ ചായ കുടിച്ചിട്ടായിട്ട് പോയതാണ്. അങ്ങനെ ഇതാ പുട്ട് ചൂടോടെ ഉണ്ടാക്കുന്നുണ്ട്. കടലക്കറി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലത്തെ സിമ്പിൾ കടലക്കറി ഇല്ലതാന്ന് വെച്ചത്. കടല വേവിച്ചതിന് ശേഷം ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിച്ചപ്പ്, മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് തേങ്ങ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടതിന് ശേഷം ഒന്ന് ഫുള്ള് മിക്സിയിൽ അടിച്ചെടുത്ത് ഒന്നാകെ തിളപ്പിച്ചെടുത്തു. അങ്ങനെ പുട്ടും കടലക്കറിയും കല്ലൊക്കെ കഴിച്ചിട്ട് ചോറെല്ലാം പോയതിന് ശേഷം ഇത് ഏകദേശം വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ. അപ്പോൾ ഉമ്മാൻ്റെ ഓറ ഞാൻ തന്നെയാണ് കൊണ്ട് വിട്ടത്. എന്നെ ഏട്ടത്തി വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിട്ടില്ല. ഒരു ഇങ്ങനെ ഫംഗ്ഷന് പോയിട്ട് വന്നതല്ലേ മുത്തമ്മൻ്റെ പുള്ളിൻ്റെ, അതുകൊണ്ട് തന്നെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ എല്ലാവരും അവിടെ ഒരാളെ കുമ്പളയിൽ, ഒരാളെ നയിക്കാപ്പിൽ, ഒരാളെ പുരയിൽ അങ്ങനെ എല്ലാം വിട്ടിട്ടതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ആക്കാൻ ഉണ്ടായി ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ ഇതാണ് ഈ താജ്മഹൽ ചായപ്പൊടി അറിഞ്ഞാൽ ഞാൻ മേങ്ങുന്ന ചായപ്പൊടിയാണ്. അസുറുണ്ടെങ്കിൽ മേങ്ങും, ഇല്ലെങ്കിൽ ഞാൻ ശാലിമാർ മേങ്ങും. ഇനി കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് റേറ്റ്. ഏകദേശം ഒരു 1/2 കിലോ തന്നെ 470 ഉണ്ട് റേറ്റ്. അപ്പോൾ റേറ്റ് കൂടുതൽ പോലെ തന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ചായപ്പൊടിക്കും. അപ്പോൾ കുറച്ച് ഐറ്റംസ് എല്ലാം മേങ്ങിയിട്ടുണ്ടായി. വെജും ഫ്രൂട്ട്സും പച്ചക്കറിയും അങ്ങനെ എന്തെല്ലാം കഴിഞ്ഞതെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് അതിന് ശേഷം മുട്ടയെ കെച്ചപ്പ് അങ്ങനത്തെ എന്തെല്ലോ ഉള്ളി, തക്കാളി അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് ഇല്ല അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ആ കഴിഞ്ഞാനെല്ലാം നോക്കിയിട്ട് ഞാൻ എല്ലാം പർച്ചേസ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓർഡറെല്ലാം എടുക്കുമ്പോഴേക്കല്ലേ ഒരു സാധനം ഇല്ലെങ്കിൽ ആ ഓർഡർ എടുക്കുന്ന ടൈമിന് അതില്ലേ ഇതില്ലേ എന്നിട്ട് നമ്മളൊക്കെ നമുക്കവിടെ ടൈം വേസ്റ്റ് ആണില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഐറ്റംസും എഴുതിയിട്ട് വെച്ചിട്ട് വരുന്ന മുന്നേ തന്നെ എഴുതി വെക്കും. എന്നിട്ട് പോയിട്ട് പർച്ചേസ് ആക്കിയിട്ട് കൊണ്ടുവരലാന്ന്. എന്നാലും ഓരോന്നോരോന്ന് മറക്കലുണ്ട്. അങ്ങനെ എന്തെങ്കിലും മറന്നെങ്കിൽ ഇടുന്ന തന്നെ നമ്മൾ മുളിയെടുക്കത്തെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവരും. പിന്നെ അധികമല്ല ഞാൻ കുമ്പളയിൽ തന്നെ സെറ്റാക്കിയിട്ട് കൊണ്ടുവരലാന്ന്. അങ്ങനെ അപ്പോൾ കെച്ചപ്പും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായി. ഞങ്ങൾ അതെല്ലാം മീൻ കൊണ്ടുവന്ന്. അപ്പോൾ നല്ല ചീര ഉണ്ടായിന് അവിടെ തന്നെ. അങ്ങനെ ചീരെല്ലാം കൊണ്ടുവന്നിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിന്. നമുക്ക് ഓർഡർ ഒന്നും ഇല്ലാതെ ഫ്രീ ആകുമ്പോൾ കൊച്ച കറി വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ പയറില്ലേ, പയർ, നേന്ത്ര, കേങ്ങ്, ചീര അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എല്ലാ ഐറ്റംസും. അപ്പോൾ നമുക്ക് ഓരോരിക്കും ഓരോരോ ഓർഡറല്ലേ വരുന്നത്. ഇന്ന് ഗൾഫിലേക്കുള്ള അപ്പത്തിൻ്റെ ഓർഡർ എങ്കിൽ നാളെ വരുന്നതിൻ്റെ ഓർഡർ, അതല്ലെങ്കിൽ അച്ചാർ ഓർഡർ, അല്ലെങ്കിൽ ബന്ധം വരുന്നത് എന്ത് നെല്ലിട്ടില്ലെങ്കിൽ മിക്സ് ഓർഡർ അല്ലേ. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഓർഡർ ആയിട്ടാകുമ്പോൾ. അങ്ങനെ ചിക്കനും മട്ടനും മാത്രം ഞാൻ സ്റ്റോക്ക് ആക്കല്ല, ബാക്കി എല്ലാ സംഭവം ഞാൻ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കും. അപ്പോൾ അതാ വൈകുന്നേരത്തിൻ്റെ സമൂസയും കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഭാബി കൊണ്ട് വന്നിട്ട് അങ്ങനെ എല്ലാം ചുട്ടിട്ടായതിന് ശേഷം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നത്. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.